പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. റോമ 12:12 പ്രാർത്ഥനയിൽ മടുപ്പു തോന്നരുത്. പ്രഭാഷകൻ 7:10 ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. ലൂക്ക 18:1 എന്തിനാണ് നാം പ്രാർത്ഥിക്കേണ്ടത്? എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണോ? ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണിത്. ദൈവവുമായുള്ള സംഭാഷണമാണ് പ്രാർത്ഥന. എൻ്റെ ഹൃദയം ദൈവത്തോടൊപ്പമായിരിക്കുന്ന സുന്ദര നിമിഷമാണ് പ്രാർത്ഥന എന്നൊക്കെ നമ്മൾ പറയും. ഇന്നത്തെ കുടുംബങ്ങളിൽ പഴയ കാലത്തെ അപേക്ഷിച്ച് പ്രാർത്ഥന കുറഞ്ഞു വരുന്നതും മക്കൾ വഴിതെറ്റുന്നതും നിത്യസംഭവമാണ്. നമ്മൾ എന്തു ജോലി ചെയ്യുമ്പോഴും എപ്പോഴും ഉള്ളിൽ പ്രാർത്ഥനയുള്ളവരായിരിക്കണം. ശരിയാണോ? ഒരു ചെറിയ കഥയായാലോ? ഒരു വീട്, പപ്പയും അമ്മയും മക്കളും അടങ്ങുന്ന ഒരു കുടുംബം. അവർക്കൊരു കോഴിക്കൂടുണ്ട്. അതിൽ നിറയെ കോഴികളും. കോഴിക്കൂട് കുറ്റിയിടുന്ന ഡ്യൂട്ടി അമ്മ മൂത്ത മകനെ ഏൽപ്പിച്ചു. അവൻ മനമില്ലാ മനസ്സോടെ അമ്മയുടെ വഴക്കു പേടിച്ച് അവൻ്റെ ഡ്യൂട്ടി ചെയ്തില്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്ന് നല്ല വഴക്കും കേൾക്കും. ഒരു ദിവസം കളി കഴിഞ്ഞു വന്ന് ക്ഷീണിച്ച അവൻ കോഴിക്കൂട് കുറ്റിയിടാൻ മറന്നുപോയി. പിറ്റേ ദിവസം കോഴിക്കൂട്ടിലെ കോഴികളെല്ലാം കുറുക്കനോ എന്തോ പിടിച്ചു തിന്നു. അവർക്കെല്ലാം സങ്കടമായി. കുറച്ചു നേരം കഴിഞ്ഞ് മകൻ ചോദിച്ചു, അമ്മേ, ഈ ഒരു ദിവസം ഞാൻ കൂട് കുറ്റിയിട്ടില്ല എന്ന് എങ്ങനെ കുറുക്കൻ അറിഞ്ഞേ? അമ്മ മകനോട് പറഞ്ഞു, കുറുക്കൻ എന്നും തൻ്റെ ഇരയെ തേടി കൂടിന് ചുറ്റും നടക്കും. ഉറപ്പുള്ള വാതിൽ പൂട്ടിയിരിക്കുന്നത് കാണുമ്പോൾ തിരിച്ചു പോവുകയും ചെയ്തു. ഒരു ദിവസം അവൻ വന്നപ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നു. കുറുക്കന് ആവശ്യമായ ഇരയെയും കിട്ടി. ഇതുപോലെ തന്നെയാണ് പിശാച് തൻ്റെ ഇരയെ തേടി നടക്കുന്നത്. പ്രാർത്ഥനയില്ലാത്തിടത്ത് അവൻ ആധിപത്യം സ്ഥാപിക്കുകയും അവിടം നശിപ്പിക്കുകയും ചെയ്യും.